എങ്ങനെ ഉഷാറല്ലേ? ഗംഭീരല്ലേ? ഇത്തവണ എന്താണ് പുതിയ സ്ട്രാറ്റജികൾ പാലക്കാട്ടെ അവസാന ദിവസങ്ങളിൽ വെളിപ്പെടുത്താവോ? സ്ട്രാറ്റജി പ്രത്യേകിച്ചൊന്നുമില്ല, ഒരൊറ്റ സ്ട്രാറ്റജിയേ ഉള്ളൂ. ഇവിടെ നല്ല 1.5 വർഷം ഞങ്ങൾ പാലക്കാടിന് വാഗ്ദാനം ചെയ്യുന്നത് ഏറ്റവും ഗംഭീരമായ ഭരണത്തിൻ്റെ പിൻബലമുള്ള ഒരു വികസനമാണ്. വളരെ ഊർജ്ജസ്വലനായ, വളരെ ശക്തമായി നല്ല കാഴ്ചപ്പാടുള്ള, ലോകവിവരമുള്ള, പരിജ്ഞാനമുള്ള ഒരാൾ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അയാളെ കൊണ്ട് പരമാവധി 1 വർഷം കൊണ്ട്, 1.5 വർഷം കൊണ്ട് ഞങ്ങളൊരു കാലയളവ്, 7 വർഷം നിങ്ങൾ പരീക്ഷിച്ചല്ലോ, ഒരു മാറ്റം 1.5 വർഷത്തേക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. വികസനമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മേന്മയാണ്. പിന്നെ ഏറ്റവും ഒടുവിൽ വന്നപ്പോഴേക്കും ഞങ്ങൾ വളരെ ഗൗരവത്തിൽ പറയുന്ന, ജനങ്ങളോട് സംസാരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തിരഞ്ഞെടുപ്പ് വരും പോകും, നിങ്ങൾ പോകും, നമ്മൾ പോകും. പാലക്കാട് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ബാക്കിയുണ്ട്. 24-ാം തീയതി 23-ന് റിസൾട്ട് വരുമ്പോൾ ഇവിടെ ആഹ്ലാദ പ്രകടനം കോൺഗ്രസ് നടത്തേണ്ടി വന്നാൽ അതോടൊപ്പം SDP-യുടെ കൊടികൾ പാറിപ്പറക്കരുത്. അങ്ങനെ ഒരു പിക്ചർ ഇവിടെ ഉണ്ടാകരുത്. അപ്പോൾ കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ പരാജയ ഭീതിയിൽ കോൺഗ്രസ് എടുക്കുന്ന അപകടകരമായൊരു രാഷ്ട്രീയ കളിയുണ്ട്. പിന്നെ വേണ്ട ഒരു രാഷ്ട്രീയ കളിയുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നാണ്. അത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റായി മാറണമെന്നുള്ളതാണ്. ആരാധനാലയങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രചരണ കേന്ദ്രങ്ങളാക്കി SDP-യെ ഉപയോഗിച്ച് പാലക്കാട് നഗരത്തിൽ വളരെ വ്യാപകമായി പരസ്യമായി കോൺഗ്രസ് പ്രചരണം നടത്തുകയാണ്. അപ്പോൾ ഇത് എത്രമാത്രം അപകടമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF-ന് ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് കടുത്ത തമ്മിലടിയാണ് അവിടെ മുതൽ ഇവിടം വരെ. പക്ഷേ നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് തമ്മിലടിയുടെ ഒരു ആഴമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സിന് ഉറപ്പുള്ള വോട്ടെന്ന് പറയുന്നത് 3 സെഗ്മെൻറ്റുകളിലെ വോട്ടാണ്. കോൺഗ്രസ്സിന് ഉറപ്പിക്കാവുന്ന വോട്ട് ഒന്ന് പറയുന്നത് SDP-യുടെ വോട്ടുകൾ, ഒന്നും കോൺഗ്രസ്സിനല്ലാതെ പുറത്തു പോവില്ല. മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ, മുസ്ലിം ലീഗ് ഇവിടെ വളരെ പ്രബലമാണ് എന്ന് ഞാൻ സമ്മതിക്കാം. മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ, ലീഗിൻ്റെ കേഡർ വോട്ടുകൾ. 3-ാമത്തെ വോട്ടെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, പ്ലസ് കൂട്ടിച്ചേർക്കാവുന്നത് ഇവിടുത്തെ VD സതീശൻ, ഷാഫി പറമ്പിൽ ടീമുകളുടെ വോട്ട് എന്നെങ്കിൽ അവരെ അനുകൂലിക്കുന്ന കോൺഗ്രസ് വിഭാഗത്തിൻ്റെ വോട്ട്. ബാക്കിയുള്ള കോൺഗ്രസ് വിഭാഗം ഉണ്ടല്ലോ, കരുണാകരപക്ഷം എന്ന് പറയാവുന്ന കോൺഗ്രസ് വോട്ടുകളുണ്ട്. അതോടൊപ്പം ഒട്ടേറെ വിഭാഗങ്ങളുണ്ടല്ലോ, ശ്രീ ചാണ്ടി ഉമ്മൻ വിഭാഗം, നിഷ്പക്ഷ കോൺഗ്രസ്, മറ്റിതര കോൺഗ്രസ് വിഭാഗങ്ങളുടെ ഒന്നും വോട്ടുകൾ, ഇപ്പോൾ DCC പ്രസിഡന്റ് അനുകൂലിക്കുന്നവരുടെ വോട്ടുകൾ, AV ഗോപിനാഥിനെ അനുകൂലിക്കുന്നവർ, ഇതൊന്നും കോൺഗ്രസിന് ഉറപ്പുള്ള വോട്ടല്ല. അപ്പോൾ SDP-യാണ് ഞാൻ പറഞ്ഞപ്പോൾ ഒരു പ്രഖ്യാപിത സഖ്യകക്ഷിയായി SDP മാറിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിനെ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല, അത് അവരുടെ ഭാഗമാണ്. അപ്പോൾ ആ SDP-ആയി ഇവിടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ അഭിരമിക്കാൻ പാടില്ല. ഇത് ജനങ്ങൾ കാണണം. UDF ജയിക്കാൻ പാടില്ല. UDF ജയിച്ചാൽ അത് SDP-യുടെ കൂടി വിജയമായി വരികയാണ്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട്ടെ സാമൂഹികാന്തരീക്ഷത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതീവ ഗുരുതരമായ പ്രത്യാഘാതമാണ്. ഇത് ഞങ്ങൾ ജനങ്ങളോട് വളരെ വ്യാപകമായി പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, അങ്ങനെ SDP-യെ അങ്ങനെ ഒരു വോട്ട്, തീവ്ര വർഗീയ നിലപാടുകളുടെ വോട്ട് നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. അല്ല റഹീം, ഇതിനകത്തെ വളരെ ശ്രദ്ധയോടുകൂടി CPM ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SDP-ഐ ബന്ധമാണ്, ജമാഅത്ത് ബന്ധമാണ്. പാലക്കാട് മണ്ഡലത്തിൽ 25% വോട്ടുണ്ട്, മുസ്ലിം വോട്ടുണ്ട്. നിങ്ങൾക്ക് സ്വാഭാവികമായും ലഭിക്കേണ്ട ഒരു പെർസെൻറ്റേജ് ഉണ്ട് ആ വോട്ടിൽ. അതെ, അത് ഇപ്രാവശ്യം കിട്ടാനുള്ള സാധ്യതയില്ല. അതിൻ്റെ കാരണം BJP ഇവിടെ വിജയിച്ചു വരുമെന്നുള്ളൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിലേക്ക് പോകാം, അവർക്കാണ് വിജയസാധ്യത എന്നുള്ളത് കൊണ്ട്. അപ്പം നിങ്ങൾ അതിനുള്ളിലെ മതേതര വോട്ടുകൾ ലഭിക്കുന്നതിനായി ഈ പറയുന്ന SDP-ഐ ബന്ധം ഉപയോഗിച്ച് ആ വിഭാഗത്തെ സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല, സ്പ്ലിറ്റ് ചെയ്യാനല്ല. തീർച്ചയായിട്ടും ഇവിടെ UDF കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുള്ള UDF ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ മന്ത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 2 മന്ത്രമാണ്. ഒരു മന്ത്രം എന്ന് പറയുന്നത് BJP പേടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനൊപ്പം UDF ഉപയോഗിച്ച 2-ാമത്തെ മന്ത്രം കാലുമാറ്റക്കാരന് വോട്ടെടുക്കരുത് എന്നുള്ളതാണ്. അത് ഇന്നലത്തോടുകൂടി അവസാനിച്ചു. സന്ദീപ് വാര്യരുടെ അടുത്തിരുത്തിന് കാലുമാറ്റത്തിൻ്റെ കഥ പറയാൻ പറ്റില്ലല്ലോ, അത് അവസാനിച്ചു. BJP പേടിയുടെ കാര്യത്തിൽ എനിക്ക് വളരെ ലളിതമായൊരു ചോദ്യം ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, BJP അങ്ങനെ ഇവിടെ ഒരു ഫാക്ടറാണോ? BJP ജയിക്കുമെന്നൊരു പേടി UDF-നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ബൈ ഇലക്ഷൻ ഉണ്ടാക്കിയേ? അതിനെനിക്ക് മറുപടി പറയണ്ടേ? കണക്കുകൾ വെച്ച് പറയുകയാണ് കോൺഗ്രസ്, BJP ഇതാ ജയിക്കും. ശരി, അങ്ങനെ BJP-യെ റിയലി നിങ്ങൾക്ക് പേടിയുണ്ടോ സാറേ? ഉണ്ടെങ്കിൽ പിന്നെ ഇതിന് ബൈ ഇലക്ഷൻ ഉണ്ടാക്കി. വടകരയിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ? K മുരളീധരൻ അവിടെ ഇല്ലേ?
ഇല്ലെങ്കിൽ പിന്നെ ഉള്ളത് എന്താ, അപ്പുറത്ത് ഇനി അവർ പറയുന്നതാണ്, അതല്ല വടകരയിലൊരു ഞങ്ങളുടെ കൂട്ടത്തിലൊരു മുസ്ലിം കേരളനെ പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഷാഫി പറമ്പില്ലെങ്കിൽ ടി സിദ്ദീഖ് ഉണ്ടല്ലോ. സപ്പോസ് വടകരയിൽ ടി സിദ്ദീഖ് ജയിച്ചു വന്നിരിക്കട്ടെ, വയനാട്ടിൽ ബൈ ഇലക്ഷൻ വന്നിരിക്കട്ടെ, ചേലക്കര പോലെ തന്നെ വയനാട്ടിൽ BJP ഒരു ഫാക്ടറല്ലല്ലോ, ചേലക്കര പോലെ തന്നെ അവിടെ ഫാക്ടറല്ല. അപ്പോൾ BJP ഭയമെന്ന് നിങ്ങൾ സെല്ലൗട്ട് ചെയ്യുമ്പോൾ അത് റിയൽ ആണെങ്കിൽ എന്തിനു ബൈ ഇലക്ഷൻ ഉണ്ടാക്കി എന്നതിന് അവർ യുക്തിസഹമായൊരു വിശദീകരണം തരണം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, മുസ്ലിം മതവിഭാഗങ്ങളിലെ UDF കോൺഗ്രസ് മുസ്ലിം ജനവിഭാഗത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. എല്ലാവരും SDPയുടെ തണലിലാണെന്നൊരു തോന്നലിലാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. എന്തുകൊണ്ടെന്നാൽ ഇവിടെ കുറേ കാലമായിട്ട് SDPI ഉണ്ടാക്കുന്ന ഒരു അൺട്രസ്റ്റ് ഉണ്ട്, അപ്പുറത്തെ വശത്ത് RSS. അത് ഇവിടുത്തെ നമ്മുടെ അൺട്രസ്റ്റ് എന്ന് മാത്രമല്ലല്ലോ, ഇപ്പോൾ 2 കൊലപാതകങ്ങൾ നടന്നു, അതിൽ പ്രതിപട്ടികയിൽ നിൽക്കുന്നത് SDPIക്കാരാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സംഘടനയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ, ഞങ്ങൾ ഇന്ന് ഈ യാത്രയിൽ കണ്ടുമുട്ടിയ നേതാക്കളോട് സ്ഥാനാർത്ഥിയോട് അടക്കം ചോദിക്കുമ്പോൾ വർഗീയതയുടെ വോട്ട് വേണ്ട, വർഗീയവാദികളുടെ വർഗീയ ആശയങ്ങളുടെ വോട്ട് വേണ്ട, പക്ഷേ അപ്പോഴും ഞാൻ ആവർത്തി ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്ക് SDPI വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുന്നില്ല. അല്ല, അത് വേണമെന്ന് തന്നെ അവർ പറയാണ്, വേണ്ടെന്നല്ല വേണമെന്ന് തന്നെ പറയുകയാണ്. വളരെ പരസ്യമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അൺട്രസ്റ്റ് ഞാൻ പറയുന്നത് സുജയെ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ SDPI എന്നാണ് ഉണ്ടായത്. ഇവിടുത്തെ മുസ്ലിം ജനസമൂഹം എന്ന് പറയുന്നത് വളരെ നേരത്തെ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വ്യാപാരികൾ, പാലക്കാട് നഗരത്തിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്, മുസ്ലിമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താണ്? ഈ SDPI ആണ്. SDPIയും RSS തമ്മിലുള്ള ഈ ഫൈറ്റ് അവരെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇരു മതവിഭാഗങ്ങളിലും പെട്ട ആളുകളെ. ഇപ്പോൾ ഇരു കൂട്ടരെയും, ഹിന്ദുക്കളെല്ലാം RSSൻ്റെ പിറകിലാണോ? ഞാൻ കരുതുന്നില്ല അങ്ങനെ. മുസ്ലിങ്ങളെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിറകിലാണോ? അല്ല. പക്ഷേ അത് ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പാർട്ടിയായ കോൺഗ്രസ് റിയലൈസ് ചെയ്യണ്ടേ, അങ്ങനെ ഒരു നിലപാടെടുക്കണ്ടേ? SDPIയെ നിങ്ങൾ ഉള്ളതിലും വലുതായി അവതരിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. SDPI എന്ന് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ CPM ആയാലും BJP ആയാലും ഒരേപോലെ SDPI കോൺഗ്രസ് ബന്ധം, UDF ബന്ധം എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ 2 പേരുടെയും ആരോപണം ഒന്നാവുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോൾ 2 പേരും ഒരുപോലെ, UDFും കോൺഗ്രസും ഒരുപോലെ തന്നെ സരിൻ അവസരവാദിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ 2 പേരുടെയും ആരോപണം ഒരുപോലെ ആവുന്നു എന്ന വാദത്തിന് അർത്ഥമുണ്ടോ? ഞങ്ങൾ SDPIയെ പെരുപ്പിച്ച് കാണുന്നില്ലാന്നേ, അതാ ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ അവസാനിപ്പിച്ചെടുത്തുന്നത് ദയവായി സ്മൃതി മനസ്സിലാക്കണം. SDPI പെരുപ്പിച്ചു കാണേണ്ടതല്ല, അപ്രസക്തമാക്കേണ്ട ഒന്നാണ്. SDPI ഇതുവരെ അവർ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലാകെ കേരളത്തിലാകെ സമാഹരിച്ചിട്ടുള്ള വോട്ടെത്രയാണ്? കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തിൻ്റെ ഒരു തുലവും തുച്ഛാണ്. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയായി മത്സരിച്ചല്ലോ, അവർ കേരളത്തിലാകെ സമാഹരിച്ചുള്ള വോട്ടെത്രയാണ്? തുലവും തുച്ഛാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ 3859 കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോഴുള്ള ഭൂരിപക്ഷം. അതിൽ SDPIയുടെ സഹായം ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നില്ല. ആ സഹായം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നുമുണ്ട്. ആ 3859 എന്ന് പറയുമ്പോൾ അത്രയും വോട്ടുകൾ, കൃത്യമായി 40,000-ഓളം മുസ്ലിം വോട്ടുകൾ, 23% എന്ന് പറയുമ്പോൾ 40,000-ഓളമെങ്കിലും അത് വരും ഈ മണ്ഡലത്തിലെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത്രയും വോട്ടുകളിൽ SDPI വഴി സമാഹരിക്കാവുന്ന 5000 അല്ലെങ്കിൽ 6000 വോട്ടുകൾ, അത് UDFന് പ്രധാനമല്ലേ? അതെ, ഒരു 4000, 5000, 6000 ആയിക്കോട്ടെ, അതിൽ കൂടുതലില്ലല്ലോ. ഒരിക്കൽ മാത്രമേ SDPI പോലും അവകാശപ്പെടില്ല. ആ ചെറിയ വോട്ട് പെർസെൻറ്റേജിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാക്കിയേക്കാവുന്ന ഒരു അപകടാവസ്ഥയെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മനസ്സിലാക്കാൻ പറ്റാത്തത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ഈ SDPIയുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി അവരുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു, ഒരു ഘടകകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് മറ്റൊരു CPM നേതാവ് ഞങ്ങളോട് പറഞ്ഞത്. ശരി, അങ്ങനെയെങ്കിൽ ആ വിഷയം ഉന്നയിക്കുന്നത് വഴി അതിൻ്റെ ഗുണമാർക്കാണ്, അതിൻ്റെ രാഷ്ട്രീയ ഗുണമാർക്കായിട്ടാണ്. ഇപ്പം കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയ ശക്തികളുമായി കൈകോർക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത ഹിന്ദുക്കൾ പോലും വേണമെങ്കിൽ കോൺഗ്രസിനെതിരെ തിരിഞ്ഞാലും അതിൻ്റെ ഗുണഭോക്താവായി CPM വരുമെന്ന് കരുതാൻ കഴിയുമോ? അവർ നേരെ വോട്ട് ചെയ്യാൻ പോകുന്നത് BJPക്കല്ലേ? ഒരിക്കലുമല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ വിജയിക്കില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, വിജയിക്കില്ല. കാരണം BJP ഈ മണ്ഡലത്തിൽ വിജയിക്കണമായിരുന്നുവെങ്കിൽ വിജയിക്കേണ്ടിയിരുന്ന ശ്രീ മെട്രോമാൻ ശ്രീധരൻ മത്സരിക്കുമ്പോഴായിരുന്നു. എന്തുകൊണ്ടാണ്? BJPയുടെ മുഴുവൻ വോട്ടും പൂൾ ചെയ്തു. നിഷ്പക്ഷവതികളായ എല്ലാ പാർട്ടികളിലും പെട്ട അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ലിബറൽ വോട്ടുകൾ കുറേ അധികം കിട്ടി. ഫാക്ടറാണിത്. എന്നിട്ടും അവർക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് അവർക്ക് വിജയിക്കാനുള്ള വോട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യമാണെങ്കിൽ BJPക്കകത്ത് രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ്. മറ്റൊന്ന്, നഗരസഭ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ടൊരു ഫോക്കസാണ്. ജനങ്ങൾ നഗരസഭയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അഴിമതിയാണ്, ഇവിടുത്തെ വികസനമില്ലായ്മ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ BJP ഇവിടെ വിജയിക്കില്ല. BJPക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം അതിനെതിരാണ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റെതസ്കോപ്പ് എന്ന അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിഹ്നത്തിലേക്ക് പോയത്? മനസ്സിലാക്കേണ്ട കാര്യം, സരിന് ഏത് ചിഹ്നത്തിലും സരിൻ മത്സരിക്കാൻ സന്നദ്ധമായല്ലേ, ഒരു പ്രശ്നമല്ല. കോൺഗ്രസിനകത്തൊരു വലിയ വിഭാഗമുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഉറക്കം വിളിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമല്ല, വിവിധ വിഭാഗങ്ങളുടെ കോൺഗ്രസ് ഉണ്ട്. അവരെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കോൺഗ്രസിനകത്തെ പ്രശ്നമാണ്. അത് അവരുടെയും ആ വിഭാഗങ്ങളുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവർ ഇത്തവണ പ്രവർത്തിക്കുന്നു. അവർക്ക് വോട്ട് ചെയ്യാൻ കൂടിയാണ് ഈ ചിഹ്നം. ഇനി തീരുന്നില്ല, ഇതിൽ വോട്ട് ചെയ്യാൻ വേറെയും ചിഹ്നമുണ്ട്. BJPയിൽ അസംതൃപ്തർക്കും വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന ചിഹ്നമാണിത്. BJP അസംതൃപ്തർക്ക് വന്ന് വോട്ട് ചെയ്യാവുന്ന ചിഹ്നമാണ്. പിന്നെ സരിൻ എല്ലാവർക്കും സ്വീകാര്യമാകുന്നൊരു കാൻഡിഡേറ്റാണ്. അപ്പോൾ സരിൻ മാതൃഭൂമിയിൽ സരിൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ വികസന കാഴ്ചപ്പാട്? സരിൻ അവിടെ മുമ്പോട്ട് വെച്ചൊരു കാര്യമുണ്ട്. മെട്രോമാൻ ശ്രീധരൻ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചൊരു വികസന രൂപരേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. വികസന കാര്യത്തിൽ ആ രൂപരേഖയെ പിന്തുടരാവുന്നതാണ്. അപ്പോൾ വികസനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെൽഫെയർ, ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് വളരെ എലിജിബിളായ, പ്രൊഫൈൽ വൈസ് വളരെ ഉയർന്നു നിൽക്കുന്ന ഈ 3 സ്ഥാനാർത്ഥികൾ പ്രൊഫൈൽ വൈസ് ആരാണ് മുകളിൽ? താരതമ്യമേ ഇല്ലാത്ത വിധം സരിനാണ് മുകളിൽ. രാഹുൽ മാങ്കൂട്ടത്തിലോ UDF സ്ഥാനാർത്ഥിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ പറയാൻ കഴിയില്ല. BJP സ്ഥാനാർത്ഥിക്ക് അത് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു പുതിയ തലമുറയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നതിൽ നമുക്കൊരു പൊളിറ്റിക്കൽ പ്രൊഫൈലിംഗ് ഉണ്ടല്ലോ. A റഹീം എന്ന് പറയുന്ന ആളുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ A റഹീം ഒരു ലോ ഗ്രാജുവേറ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ രാഷ്ട്രീയത്തിലെ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ താങ്കൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എത്രത്തോളം വളർന്നിട്ടുണ്ട്, അതിനാണ് പൊതുസമൂഹം അല്ലെങ്കിൽ വോട്ടർമാർ വിലയിടുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സരിൻ്റെ രാഷ്ട്രീയ പക്വതയും രാഷ്ട്രീയമായിട്ട് കൈവരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതയും എത്രമാത്രമാണ്? അത് വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുന്നു. അതിനു മുൻപ് KSU വഴി കടന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിലും സരിൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വന്നിട്ട് 8 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. C. കൃഷ്ണകുമാർ ആകട്ടെ അതിനേക്കാൾ പതിറ്റാണ്ടുകൾക്ക് മുകളിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണോ അതോ രാഷ്ട്രീയ വിദ്യാഭ്യാസവും ജനങ്ങളെ അറിയുന്നതുമാണോ ജനങ്ങൾ കൂടുതലായി സ്വീകരിക്കുക? അക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതല്ലേ നിങ്ങൾക്ക്? അല്ല, ഇതെല്ലാം ചേർന്ന് വരും. തിരഞ്ഞെടുപ്പിൽ ഒരുപാട് കമ്പോണന്റുകൾ പ്രവർത്തിക്കും. സ്ഥാനാർത്ഥിയുടെ മേന്മ, സ്ഥാനാർത്ഥിയുടെ പ്രൊഫൈൽ, വ്യക്തിബന്ധങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, ഒട്ടേറെ കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ആയിരിക്കില്ല നാളെ. അപ്പോൾ ഓരോ ഇതെല്ലാം ഒരുമിച്ച് വന്നിട്ടാണ് തെരഞ്ഞെടുപ്പിനെ എല്ലാം കൂടി ചേർന്നിട്ടാണ്. ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല, അതിൽ ഒരു കമ്പോണൻ്റായ പ്രൊഫൈലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരന് കിട്ടിയ വോട്ടിൽ ഒരു വലിയ ഭാഗം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിനുള്ള വോട്ടായിരുന്നു. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. ആ പ്രൊഫൈൽ വോട്ടാണ്. അതുപോലെ എല്ലാവർക്കും ഇപ്പോൾ ശ്രീധരൻ പക്ഷേ മത്സരിച്ചത് താമര ചിഹ്നത്തിലാണ്. ഇവിടെ സരിന് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPIMന്റെ അരിവാൾ ചുറ്റികയില്ല. അല്ല, അരിവാൾ ചുറ്റികയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് വളരെ തുറന്നു പറയുന്നു. BJPക്ക് തടസ്സമാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, വളരെ പെട്ടെന്ന് തോന്നിയ ഉദാഹരണമാണ്. എറണാകുളം തിരഞ്ഞെടുപ്പ് ഒരിക്കൽ സെബാസ്റ്റ്യൻ പോൾ മത്സരിച്ച TV ചിഹ്നത്തിലാണ്. അന്ന് ശ്രീ K. കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. K. കരുണാകരൻ പറഞ്ഞു എല്ലാവരും TV കാണണം എന്ന് പറഞ്ഞില്ലേ? ഇവിടെ മകനും ചില സൂചനകൾ നൽകുന്നു. അതിലേക്കാണ് ആ പാട്ട് ആസ്വദിച്ചെന്ന് തോന്നുന്നു. അതെ. അന്ന് ശ്രീ K. കരുണാകരൻ പറഞ്ഞു ഇന്നിപ്പോൾ TV-യിലെ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ മകൻ പ്ലേ ചെയ്തു ഫേസ്ബുക്കിലൂടെ. അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വന്നിട്ട് BJP, ഞാനൊരു ലളിതമായ കാര്യം ചോദിക്കുന്നു, എന്തിനാണ് ശ്രീ VD സതീശൻ മത്സരരംഗത്തില്ലാത്ത BJPയെ ഫോർഫ്രണ്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം? ഇവിടെ 2 കൂട്ടരാണ്. BJPയും UDFും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. 2 കൂട്ടരാണ്. ഒന്ന് നമ്മുടെ ശ്രീ VD സതീശൻ ആൻഡ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. VD സതീശൻ ആൻഡ് ടീം, ദെൻ പ്ലസ് SDPI. ബാക്കി ആരും ഇവിടെ BJP കോൺഗ്രസ് മത്സരമാണെന്ന് പറയുന്നില്ല. രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയാതെ UDF എന്ന് പറയാതെ VD സതീശൻ ആൻഡ് ടീം എന്ന് പറയുന്നത്? ഒന്ന് കൊള്ളിച്ച് പറയുന്ന പോലെ അല്ല. ശ്രീ VD സതീശൻ ആൻഡ് ടീമിന് പുറത്തുള്ളവർക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള ചിഹ്നമാണ് സ്റ്റെതസ്കോപ്പ്. ഏതുപോലെ TV കാണാൻ ശ്രീ K. കരുണാകരൻ പറഞ്ഞതുപോലെ വളരെ ലളിതമാണ്. ഈ ഇടതുപക്ഷം പറയുന്നത് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്നാണല്ലോ. അപ്പോൾ ഈ സന്ദീപ് വാര്യർ അവരുടെ രാഷ്ട്രീയ നിലപാട് പറയുന്നതിന് മുൻപ് അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും നിങ്ങൾ RSSകാർക്ക് അവരുടെ വോട്ട് വേണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവരൊരു രാഷ്ട്രീയ നിലപാട് പറയുന്നതിന് മുന്നേ അദ്ദേഹം നല്ല വ്യക്തിയാണ്, അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നൊക്കെ AK ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ല, അത് ഞാൻ പറയാം. ഇന്നലെ ഞാനത് വിശദീകരിച്ചതാണ്. സന്ദീപ് വാര്യർ BJPയോട് ഇടയുന്നു. ആ പശ്ചാത്തലത്തിൽ CPM നേതാക്കളോട് ചോദ്യങ്ങൾ വരുന്നു. സന്ദീപ് നിങ്ങളോട് ചർച്ചകൾ നടത്തുന്ന വാർത്തകൾ. എൻ്റെ പാർട്ടിയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു.
സന്ദീപിന് CPM-ൽ പ്രവേശനം ലഭിക്കാത്തതിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പാർട്ടിയിലും പ്രവേശനം ലഭിക്കാത്തതിലും ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു. അത് ഞങ്ങളുടെ പാർട്ടിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഔന്നത്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നും ഞാൻ കരുതുന്നു. ഇറങ്ങിയിട്ടില്ലല്ലോ, ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ മാറിക്കൊണ്ട് ട്രാൻസിഷൻ പീരീഡിലാണ് എന്ന് പറയുന്നു. പക്ഷെ നല്ല ചെറുപ്പക്കാരനാണ്. പിന്നെ MP രാജേഷിന്റെ പ്രതികരണം വരുന്നതും മാറി വരികയാണെങ്കിൽ, വർഗീയ നിലപാടിൽ നിന്ന് മാറി വരികയാണെങ്കിൽ ആദരിക്കാവുന്നതാണ്. അങ്ങനെയാണല്ലോ വിവിധ പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോഴാണല്ലോ പാർട്ടി വലുതാവുക എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ മാറി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത പാർട്ടിയിലേക്ക് പോയിരിക്കുന്നത്. ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്ക് നമ്മൾ പറഞ്ഞു, ഇതിലപ്പുറം എങ്ങനെ എന്താണ് പറയുന്നത്? എനിക്കത് മനസ്സിലായി നിങ്ങൾ പറഞ്ഞ ചോദ്യം. എനിക്ക് ആ ചോദ്യം അതിനെയാണ് ഞാനും പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ ഞങ്ങൾ എടുക്കുന്ന പൊതു സമീപനം തന്നെയാണ് AK ബാലൻ പറഞ്ഞത്. മാറി വരികയാണ്, ട്രാൻസിഷൻ പീരീഡ് ആണെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്, ഞങ്ങളുടെ പൊതു നിലപാടാണ്. പക്ഷേ സന്ദീപിൻ്റെ കാര്യം എത്തുമ്പോൾ അതിനൊരു സവിശേഷതയുണ്ട്. എന്നാൽ സന്ദീപ് സമൂഹത്തിൽ അവശേഷിപ്പിച്ച ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. ആ കണ്ടൻറ്റുകൾ ഇപ്പോഴും എപ്പോഴും എല്ലാ കാലവും അവൈലബിൾ ആയിരിക്കും. സന്ദീപ് ഇപ്പോൾ നമ്മുടെ പാർട്ടിയിൽ വന്നിരിക്കട്ടെ, പക്ഷേ ആ കണ്ടൻറ്റുകൾ അവിടെ ഉണ്ട്. എന്താണ് ആ കണ്ടൻറ്റുകൾ? അത് വിഷമിപ്പിക്കുന്ന കണ്ടൻറ്റുകളാണ്. ഇല്ല, അങ്ങനെയല്ല. അത് അങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണമെന്ന് വെച്ചാൽ സന്ദീപ് ഞങ്ങളെയല്ലേ വരിക്കുകയുള്ളൂ? വെറുതെ ഒന്ന് ആലോചിച്ചു. അല്ല, വേണമെന്ന് വെക്കാതിരുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ്. മറ്റു പല കാര്യങ്ങൾ ഇപ്പോഴും K. സുരേന്ദ്രൻ പുറത്തു പറയാത്ത മറ്റു ചില കാര്യങ്ങൾ എന്തുകൊണ്ട് അന്ന് നടപടി നേരിട്ടു എന്നതിലടക്കം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എടുത്ത തീരുമാനമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയും. അല്ല, ഞാൻ പ്രത്യേകം, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നിങ്ങൾ തന്നെ അന്വേഷിച്ച് കിട്ടിയ കാര്യമാണ്. ഞാനതിനെ നിഷേധിക്കുകയോ ഞാനതിനെ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല, ഞാനതിനെ സ്ഥിരീകരിക്കുകയോ ചെയ്യുന്നില്ല. ഒരു കാര്യം, യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ BJP വിട്ടിറങ്ങുന്ന ഒരാളുടെ ആദ്യത്തെ റിസോർട്ടല്ല കോൺഗ്രസ് എന്ന് കണ്ടുകൊള്ളുക. അത് ശ്രീ K. മുരളീധരൻ തന്നെ പറഞ്ഞു, ഇതിനകത്തുള്ളവർക്ക് തന്നെ ഇവിടെ നിന്ന് പിഴയ്ക്കാൻ പറ്റുന്നില്ല, പിന്നെ അല്ലേ പുറത്തുള്ളവരുടെ കാര്യം. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് സന്ദീപിനെ എടുത്തത് ഇപ്പോൾ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുമോ? അത് സ്ട്രാറ്റജിക്കലി എററായ ഒരു തീരുമാനമാണോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ? അല്ല, തീർച്ചയായും സ്ട്രാറ്റജിക്കലി പറഞ്ഞ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. ശ്രീ സന്ദീപിനെ പോലെ അത് തീർച്ചയായും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ, മുസ്ലിം വിഭാഗം മാത്രമല്ല സമൂഹത്തിന് കൊടുക്കുന്ന പൊതു സന്ദേശം എന്താണ്? എസ്പെഷ്യലി മുസ്ലിം ജനവിഭാഗങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? കാരണം ആ ഹേറ്റ് സ്പീച്ചുകൾ, ആ ഹേറ്റ് കണ്ടന്റുകളിലൂടെ നിൽക്കല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്? നമുക്ക് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അതിന് തിരുത്തി വരണമെങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരാളിപ്പോൾ അതിൽ നിന്ന് മാറി വരികയാണ്. അപ്പോൾ RSS നിലപാടുകളിൽ നിന്ന്, ഈ വർഗീയ നിലപാടുകളിൽ നിന്ന് ഒരാൾ തിരുത്താൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുക, അങ്ങനെയുള്ളവരുടെ എണ്ണം കൂട്ടുക എന്നൊരു ദൗത്യമുണ്ട്. തീർച്ചയായുമാണ്. അതിന് സന്ദീപ് ചെയ്യേണ്ടിയിരുന്നത്, കോൺഗ്രസ് സന്ദീപിനോട് പറയേണ്ടിയിരുന്നത്, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സ്വിച്ച് ഓവർ ടു ഡയറക്റ്റ് പുറത്തേക്ക് ചാടുകയല്ല, BJP-യിൽ നിന്ന് ചാടുകയല്ല വേണ്ടത്. സന്ദീപ് അവിടെ നിന്നിട്ട് സന്ദീപിന് അങ്ങനെ ഒരു മാനസാന്തരമുണ്ടോ, ആത്മാർത്ഥമായൊരു രാഷ്ട്രീയ മാറ്റമുണ്ടോ? തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യണം, നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതിന് സമയമെടുത്ത് ആത്മാർത്ഥതയുടെ ഭാഷയിൽ ക്രമേണ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെ ഗ്രാജ്വലായിട്ട് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്യണത് ഇല്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ കമന്റിലും ഒക്കെ ഒരുപാട് പേര് പറയുന്നു നമ്മുടെ മൈക്ക് ഇടയ്ക്കൊന്ന് ബാറ്ററി ഓഫ് ആയിരുന്നു, തുടർച്ചയായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ്. അല്ലാതെ റഹീമിക്ക സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് സൗണ്ട് കട്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദ്യത്തിന്റെ സമയത്താണ് കേട്ടോ. ആ ഉത്തരത്തിലേക്ക് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട, അത് ബാറ്ററി മാറ്റി നമുക്ക് പുതിയ മൈക്ക് പിടിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ സരിനെ ഞങ്ങളെടുത്തു. ഞങ്ങൾ കൊടുത്ത ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ക്ലിയറാണ്. കോൺഗ്രസിനകത്ത് ഞങ്ങളുടെ ഒരു നിലപാട്, വിവരവും വിദ്യാഭ്യാസവും ചിന്തിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യലായ ആളുകൾക്ക് സർവൈവ് ചെയ്യാൻ പ്രയാസമാണ്. ഇതാണ് ഞങ്ങൾ കാണുന്നൊരു കാര്യം. അപ്പോൾ സരിനെ പോലെ ഇനിയും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും കോൺഗ്രസ്സിലുണ്ടോ? നിങ്ങൾ വരൂ, ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന സന്ദേശം. KP അനിൽകുമാറിനെ എടുത്തപ്പോഴും PS പ്രശാന്തിനെ എടുത്തപ്പോഴും ഞങ്ങൾ കൊടുത്ത സന്ദേശം ഇത് തന്നെയാണ്. അതിന് തുടർച്ചയാണ് ഡോക്ടർ P. സരിൻ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇനിയും അതിനകത്ത് ആഭ്യന്തര കലഹങ്ങൾ രൂക്ഷമാണ്, പ്രശ്നങ്ങൾ രൂക്ഷമാണ്. അപ്പോൾ അവർ ഇനി വരുന്നാൽ ഞങ്ങൾ റെഡിയാണ് ഞങ്ങളെ സ്വീകരിക്കാൻ എന്ന സന്ദേശമാണ്. സ്മൃതി ചോദിച്ചത് വളരെ ക്ലിയറാണ്. ഒരു മാനസാന്തരം എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? മാനസാന്തരത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട രാഷ്ട്രീയ കടമയില്ലേ? തീർച്ചയായിട്ടുണ്ട്. അതിന് കോൺഗ്രസ് അവധാനതയോടെ പെരുമാറണമായിരുന്നു. ഇനി കോൺഗ്രസിലേക്ക് തന്നെ അദ്ദേഹം പോയാലും എന്തിനായിരുന്നു വിധൃതി? പക്ഷെ അതിലൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ BJP കോൺഗ്രസ് ഡീൽ എന്ന് പറയുന്നത്, ആ ആരോപണം ഇനി പറയാൻ പറ്റില്ല. ആ ഡീൽ എന്ന് പറയാൻ പറ്റില്ല. BJP ഒരാളെ ഇങ്ങോട്ട് എടുക്കുകയാണല്ലോ. അല്ലല്ലോ. അപ്പോൾ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഡെപ്യൂട്ടേഷന് പോയതാണെങ്കിലോ?
ഈ സന്ദീപ് വാര്യർ അൾട്ടിമേറ്റ്ലി RSS ആണ് ആണല്ലോ. RSS വിടുന്നു എന്നാണ് പറഞ്ഞത്. തള്ളി പറഞ്ഞു. പറയട്ടെ, അദ്ദേഹം BJPയുമല്ല, അദ്ദേഹം അൾട്ടിമേറ്റ് RSS ആണ്. RSSന്റെ ഒരു പക്ഷേ ഞാനതിലൊരു വിയോജിപ്പ് പറയട്ടെ. അയാളൊരു RSSന്റെ കേഡറായിരുന്നു എങ്കിൽ പൂർണ്ണമായും സംഘപരിവാറിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട, അതായത് അവസരവാദത്തിനല്ല പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരാളാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ കയ്യിൽ കെട്ടിയിരുന്ന ചരടുകളടക്കം മുറിച്ചു മാറ്റി പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിലേക്ക് പോകാനും കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പ്രസ്ഥാനത്തെയും ആശയത്തെയും തള്ളിപ്പറയാനും നരേന്ദ്രമോദിയെ തള്ളിപ്പറയാനും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് കഴിയണം എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഉറച്ച RSS അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകനല്ല എന്നതാണ് എൻ്റെ ബോധ്യം. അല്ല, അത് അങ്ങനെ ആയിരിക്കാം. ഞാനിപ്പോൾ അത് അങ്ങനെയാണെന്ന് ഞാനൊരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകുന്നില്ല. ഞാനൊരു നിരീക്ഷണം പങ്കുവെക്കുകയാണ് ചെയ്തത്. അയാളുടെ പൊളിറ്റിക്കൽ പത്തര മാറ്റാണോ എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ക്രാക്സ്. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെയാണെങ്കിലും അതിനകത്ത് കാണേണ്ട ഒരു കാര്യം, RSS കുറേ ഏകശിലാത്മകമായ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ അന്തരീക്ഷമുള്ളൊരു ഓർഗനൈസേഷനായിട്ടാണല്ലോ വെപ്പ്. അതിൽ വെള്ളം ചേർക്കലുകൾ വന്നിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വലിയ പഴയ RSS അല്ല, പഴയ BJP അല്ല എന്ന് വന്നിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെ കൂടിയാണ് അതിനെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തന്നെയും എൻ്റെ ടേക്ക് വളരെ ക്ലിയറാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ടേക്ക് വളരെ ക്ലിയറാണ്. സന്ദീപ് വാര്യരെ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ കേരളീയ പൊതുസമൂഹത്തിന് ഞങ്ങളുടെ പാർട്ടിയാകട്ടെ വേറൊരു പാർട്ടിയാകട്ടെ കൊടുക്കുന്നത് നല്ലൊരു സന്ദേശമല്ല. ഇപ്പോൾ നാളെ സന്ദീപ് വാര്യർ ആലോചിച്ച് ഒഴിവാക്കിയതാണോ? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ സന്ദീപ് വാര്യർ എങ്ങനെയാണ് ആ പാർട്ടി വിട്ടിറങ്ങിയത്? സന്ദീപ് വാര്യരുടെ ഒരു സ്റ്റേജിലെ അദ്ദേഹത്തിൻ്റെ അവഗണന, കുറേ കാലമായി അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയുടെ ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കലി അദ്ദേഹത്തിൻ്റെ അക്കോമഡേഷൻ എന്ന ആസ്പെക്റ്റിലുള്ള ഡിസ്കംഫർട്ട് കാരണമാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നത്. അല്ലാതല്ല, താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു മാനസാന്തരത്തിൻ്റെ ഈ തെറ്റായ വഴിയിലൂടെ ഞാൻ പോകേണ്ടി വന്നല്ലോ എന്ന ചിന്തയിലല്ല. പക്ഷേ തീർച്ചയായും അദ്ദേഹത്തിന് ട്രാക്ക് മാറാൻ അവസരമുണ്ട്. പക്ഷേ അതൊരു ഗ്രാജുവലായി എടുക്കേണ്ട ഒരു പ്രോസസ്സായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ മുസ്ലിങ്ങളെല്ലാം BJPക്കകത്ത് തന്നെ, സംഘപരിവാറിനകത്ത് തന്നെ തീവ്ര വർഗീയ ആശയങ്ങൾ പറഞ്ഞിരുന്ന ഒരാൾ ഒരൊറ്റ സ്വിച്ചിട്ട മാത്രയിൽ ഇതാ ഞാനെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നതെന്ന് പാണക്കാട്ട് പോയി പറഞ്ഞാൽ അത് കൺവിൻസിങ് അല്ല, ജനങ്ങൾക്ക് കൺവിൻസിങ് അല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജനങ്ങൾക്കും മുസ്ലിങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും കൊടുത്തിരിക്കുന്നത് ഒരു ശരിയായ സന്ദേശമല്ല. ഞങ്ങൾ ചെയ്താലും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അതേസമയം സമയമെടുത്ത് സന്ദീപ് വാര്യർ കുറേ കൂടി പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രഖ്യാപിച്ച് മുമ്പോട്ട് വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലുള്ളൊരു സമീപനത്തിൻ്റെ അപ്പോഴാണല്ലോ അത്. പക്ഷേ ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഇതിനകത്ത് വേറെ എവിടെ പോണ്ട, ഇഞ്ഞിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചാടിക്കറി പിടിക്കുകയാണ്. സരിന്റെ വരവ് വളരെ ഉണർവേകിയോ പാർട്ടിക്ക്? ശരിക്കും പറഞ്ഞിട്ട് ഈ പാലക്കാട് നിങ്ങൾ ശരിക്കും സരിനെ അല്ലല്ലോ സ്ഥാനാർത്ഥിയായി വെച്ചിരുന്നത്, പെട്ടെന്നാണല്ലോ നിങ്ങൾക്ക് സരിനെ കിട്ടിയത്. ഈ സരിന്റെ വരവ് എന്ത് മാറ്റാണ് ശരിക്കും പാലക്കാട് വരുത്തിയത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇപ്പോൾ 3 തിരഞ്ഞെടുപ്പ് നടന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മീഡിയ ഫോക്കസ് ഉണ്ടാകേണ്ടിയിരുന്ന, നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്ത മണ്ഡലം ഏതാ? വയനാടല്ലേ? വയനാട്ടിൽ നിന്നെന്തുകൊണ്ടാണ് മുഴുവൻ മാധ്യമ പരിസരവും ഇങ്ങോട്ടേക്ക് വന്നത്? ഡോക്ടർ സരിനാണ്. ഞങ്ങൾ അപ്പോൾ തന്നെ വിജയിച്ചു. യഥാർത്ഥത്തിൽ പ്രിയങ്ക വരുന്നു, പ്രിയങ്ക എന്ന സെൻറ്റർ പോയിന്റിലേക്ക് മുഴുവൻ മീഡിയയും വരുന്നു. പ്രിയങ്ക എന്ന സെൻട്രൽ പോയിന്റിനെ സെല്ലൗട്ട് ചെയ്തുകൊണ്ട് 3 മണ്ഡലങ്ങളും കരസ്ഥമാക്കാം. ഇതായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിയും ആത്മവിശ്വാസവും. ഡോക്ടർ സരിൻ എന്ന വളരെ സരിൻ രംഗപ്രവേശം ചെയ്യുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ CPM ഓഫീസിലേക്ക് സരിൻ വന്നിറങ്ങുന്നു. അവിടെ മുതൽ രംഗം മാറിയില്ലേ സരിൻ്റെ? ഓട്ടോറിക്ഷ കിട്ടിയില്ല, സെൽവം കൊണ്ടുപോയി. ഓട്ടോറിക്ഷ കിട്ടിയില്ല, പക്ഷേ കിട്ടിയത് സ്റ്റെതസ്കോപ്പ് ആണല്ലോ. അപ്പോൾ വളരെ എളുപ്പമായി. അതുമാത്രമല്ല, എല്ലാം കൊണ്ടും സരിന് ഗുണമാണ്. ഇപ്പോൾ സ്റ്റെതസ്കോപ്പാണ് ചിഹ്നം. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങ് താഴെയായി പോകുമല്ലോ ചിഹ്നം. താഴെയായി, പക്ഷേ കിട്ടിയത് അവിടെ KL9 ആണ്. 9ാമത്തെ ചിഹ്നമാണ്, KL9 ആണ്, പാലക്കാട്ടത്തെ നമ്പറാണ്. ഇങ്ങനെയെല്ലാം സരിൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. സരിൻ രംഗപ്രവേശം ചെയ്തതോടുകൂടി തീർച്ചയായും സരിൻ ഞങ്ങളുടെ ഗംഭീരൻ ടേക്കായിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയായിരുന്നു, അവസരമായിരുന്നു. സരിനെ ഞങ്ങൾ പ്ലേസ് ചെയ്തതോടുകൂടി 3ാം സ്ഥാനത്തായിരുന്ന ഈ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ടായി. മുഴുവൻ മാധ്യമശ്രദ്ധയും ഈ 3 മണ്ഡലങ്ങളിൽ പാലക്കാട്ടേക്ക് കേന്ദ്രീകരിക്കാൻ ഇടയായത് സരിൻ എന്ന ഒരൊറ്റ ഫാക്ടറാണ്. ഇനി സരിൻ വന്നതോടുകൂടി കോൺഗ്രസ്സിലെ വിമതർക്ക് വോട്ട് ചെയ്യാനൊരാളായി. സരിനെ ഞങ്ങൾ സ്വതന്ത്ര ചിഹ്നത്തിൽ പ്ലേസ് ചെയ്തതോടുകൂടി BJPയിലെയും കോൺഗ്രസ്സിലെയും വിമതർക്ക് ആത്മവിശ്വാസത്തോടെ പോയി വോട്ട് ചെയ്യാൻ ഒരിടമായി. അതുകൊണ്ട് ഇക്കുറി കഴിഞ്ഞ തവണ BJP ജയിക്കുമെന്ന ഭീതിയിൽ വലിയ തോതിലുള്ള ഇടത് കോർ വോട്ടല്ല, അതിന് പുറത്തുള്ളൊരു വോട്ടുണ്ടല്ലോ, ഈ മതനിരപേക്ഷ ബോധമുള്ള ഇടത് വോട്ടുകളുണ്ട്. ഇടതെന്ന് വെച്ചാൽ ഇടതിന് പുറത്ത് നിൽക്കുന്ന ഇടത് സിമ്പതറ്റിക് വോട്ടെന്ന് പറയാം. ആ സിമ്പതൈസേഴ്സിൻ്റെ വോട്ടുകളിൽ ഒരു വിഭാഗം കോൺഗ്രസ്സിന് പോയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ പിറകിലേക്ക് പോയത്. ആ വോട്ടുകളോട് കോൺഗ്രസ്സിലേക്ക് പോയത്. ആ മുഴുവൻ വോട്ടും
ഞങ്ങൾ ഓരോരുത്തരും ബൂത്തുകളിൽ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള പ്രകടനാത്മകമല്ലാത്തൊരു വലിയ പ്രവർത്തനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഗുണം കിട്ടും. മുഴുവൻ ഇടതുപക്ഷ വോട്ടും ഞങ്ങൾക്ക് കിട്ടുമെന്ന ആത്മവിശ്വാസം ഈ അവസാന മിനിറ്റിൽ ഞങ്ങൾ. വ്യാജ വോട്ടും ഇരട്ട വോട്ടൊക്കെ ഗുണം ചെയ്യുമോ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളിപ്പോൾ ബൂത്ത് തിരിച്ച് വ്യാജ വോട്ടുകളുടെ കണക്കെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ചുമതലയുള്ള ബൂത്തിൽ ആ പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിട്ടാണ് വരുന്നത്. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ BLOമാരെ ആദ്യം ലിസ്റ്റ് ഏൽപ്പിക്കും. ഇത്രയും ലിസ്റ്റ് ഈ ബൂത്തിൽ ഇരട്ടിപ്പാണ്, മരണമാണ്, ഞങ്ങൾ ആ ലിസ്റ്റ് ഏൽപ്പിക്കും. ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരോട് പറയാൻ പോകുന്നത് ഇത് വന്നോട്ട്, ഇത് നീക്കം ചെയ്യേണ്ടിയിരുന്നത് BLOമാരുടെ ഉത്തരവാദിത്തമായിരുന്നു, അത് നിങ്ങൾ ചെയ്തില്ല. എന്തുകൊണ്ടോ ചെയ്തില്ല, പോട്ടെ, ഇനി ഇവരോ നോട്ട് ചെയ്യരുത്. ഇല്ലാത്ത ഈ വോട്ടുകൾ വന്ന് ചെയ്താൽ ഒന്നാം പ്രതിയാകാൻ പോകുന്ന BLO ആയിരിക്കും. അത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കള്ളയോട്ടും ശ്രീ VD സതീശൻ്റെ ആത്മവിശ്വാസമായിരുന്നു. 6000-ഓളം വോട്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൂടെ ക്യാമ്പ് ചേർത്തത്. അതിൽ കോയമ്പത്തൂരുള്ള വോട്ടുണ്ട്, ഈ മണ്ഡലത്തിന് പുറത്തുള്ള വോട്ടുണ്ട്, ഇരട്ടിപ്പുകൾ ഒരുപാടുണ്ട്. ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ തന്നെ തൊട്ടപ്പുറത്ത് മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പിൽ നിന്ന് ഇപ്പുറത്ത് കണ്ണാടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ ചേർത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമായ വ്യക്തിയാണ് എന്നത് അവിടെ നടത്തുന്ന പരിശോധനയിൽ 2 ബൂത്തുകളിൽ ചേർക്കാനായിട്ട് സഹായിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമാണ് എന്നതാണ് അവിടെയുള്ള ഈ ചേർക്കപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത്. അല്ല, എനിക്കറിയാലോ, അത് ഞങ്ങളുടെ ഡേറ്റയുണ്ട്. നിങ്ങൾ പുറത്തുവിട്ട് റിപ്പോർട്ട് TV അക്കാര്യത്തിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രീ ആൻഡ് ഫെയർ തിരഞ്ഞെടുപ്പ് എടുക്കണം. പൊളിറ്റിക്സ് നമുക്ക് പറയാം ജനം തീരുമാനിച്ചോട്ടെ, പക്ഷേ ഫ്രീ ആൻഡ് ഫെയർ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കും വിധമുള്ള ഇത്തരത്തിലുള്ള കള്ളവോട്ട് ഏർപ്പാട് നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ബൂത്തിൽ നല്ല നിലയിൽ തന്നെ ജാഗ്രതപ്പെട്ടു. ഇത്തവണ ബൂത്ത് ഏജന്റുമാരൊക്കെ കൂടുതൽ കരുത്തുള്ളവരായിരിക്കും. ഒന്ന്, ബൂത്ത് ഏജന്റുമാർ കരുത്തുള്ളവരാണ്. എല്ലാ BLOമാരെയും ഞങ്ങൾ ലിസ്റ്റ് നിയമപരമായി കൊടുത്തിട്ടുണ്ട്. ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണോ ഉറപ്പ്? ഇനി ആരെങ്കിലും അതിന് മുതിരുന്നുവെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറായിട്ടേ വരാവുള്ളൂ. BLOമാരൊന്നാമത് ഇത് BLOയുടെ ഉത്തരവാദിത്തമാണ്. BLO ആ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവേണ്ടതാണ്. ഈ വരുന്ന വോട്ട് ഇവിടെയുള്ളതല്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസറോട് പറയേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം BLOയ്ക്കുള്ളതാണ്. BLO പറയണം. BLOയുടെ കയ്യിൽ ഞങ്ങളിപ്പോൾ ലിസ്റ്റ് തിരിച്ചു. എനിക്ക് ചുമതലയുള്ള ബൂത്തിലെ ലിസ്റ്റ് എടുത്ത് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ പോയിട്ട് BLOയെ കാണാൻ പറഞ്ഞിട്ട് വരാം. അവർ പോയിട്ട് പറയും, ഇതാ നോക്കൂ, ഇത്രയും വോട്ട് കള്ളവോട്ടാണ്. അവർക്ക് അഭിപ്രായ വ്യത്യാസമല്ലോ, കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ വോട്ട് വന്ന് ചെയ്യരുത്. അത് പ്രിസൈഡിംഗ് ഓഫീസറെ നിങ്ങൾ തന്നെ പറഞ്ഞ് തെரியപ്പെടുത്തണം. ഇനി അങ്ങനെ വന്നാൽ നിങ്ങൾ തന്നെ ശ്രദ്ധപ്പെടുത്തണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, ആരെങ്കിലും ചെയ്താൽ, കള്ളവോട്ട് ചെയ്യാൻ വരുന്ന ആൾ മാത്രമല്ല BLO ഉത്തരവാദിത്വം പറയണ്ടേ. BLOയ്ക്കെതിരെ ഞങ്ങൾ നിയമപര നടപടി സ്വീകരിക്കില്ലേ? അപ്പോൾ ആ പണിക്കൊന്നും പോകരുത്. വെറുതെ കാര്യങ്ങളെ സങ്കീർണമാക്കരുത്. വോട്ടുള്ളവർ വന്ന് വോട്ട് ചെയ്യട്ടെ. കഴിഞ്ഞ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ വോട്ടെണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ ഇരട്ടിച്ച് വോട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതി വരെ NDAയുടെ സ്ഥാനാർത്ഥി പോയതാണ്. ഇപ്പോൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോകുമെന്നാണ് BJP പറയുന്നത്. അന്നും ഈ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഉണ്ട്, ഇങ്ങനെ ഇരട്ടിപ്പുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും അതിന്മേൽ പിന്നീട് അത് നീക്കാനുള്ള നടപടിയിലേക്ക് പോയില്ല. അക്കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇടപെടുന്നതിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലേ? സർക്കാർ സംവിധാനം ബൂത്ത് ലെവലിൽ പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളുടെ റോളുണ്ട്. പ്ലസ് അതോടൊപ്പം തന്നെ BLOമാർക്കാണ് നിയമപരമായി അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്. പക്ഷേ ഇത് പറയാൻ അതിലെന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടൊന്ന് പരിശോധിക്കണം. എന്തായാലും BJP ജയിപ്പിക്കാനും കോൺഗ്രസിൻ്റെ കള്ളവോട്ട് ചേർക്കാനും CPM നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഉപയോഗിക്കില്ലല്ലോ. അതല്ല, BJPക്ക് വോട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ചുമതലയുള്ള സ്ഥലത്താണ് RSSൻ്റെ കാര്യാലയം, സമന്വയം എന്നാണ് കാര്യാലയത്തിൻ്റെ പേര്. 22 വോട്ടുണ്ടേ. പണ്ട് പലപ്പോഴും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കാര്യാലയത്തിൽ വന്ന് താമസിച്ചവർക്കൊക്കെ ഇപ്പോഴും അവിടെ വോട്ടുണ്ട്. ഞാൻ തിരക്കിയപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 22 വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഒന്ന് വോട്ട് ചെയ്യാണ്. എത്ര കാലമായിട്ട് കിടക്കുകയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലയിടത്തുള്ളവരുടെ പേര് ഒറ്റ അഡ്രസ്സിൽ 22 വോട്ട്. RSSൻ്റെ കാര്യാലയമാണ് തിരക്കി പോയപ്പോൾ. പേടിച്ചിട്ട് ആരും പോയി പരാതി കൊടുക്കുന്നില്ല. ഞാൻ തുറന്നു പറയുന്നത്, ഞങ്ങൾക്ക് പ്രവർത്തകരുടെ എണ്ണം കുറവുള്ള സ്ഥലമാണത്. ഞങ്ങളിപ്പോൾ ധൈര്യം കൊടുത്തു, ചിലപ്പോൾ ഞങ്ങൾ ഇടപെട്ടു. ഇതെല്ലാം ഉപതെരഞ്ഞെടുപ്പ് വന്നതിൻ്റെ ഗുണമാണ്. അപ്പോൾ ഏതായാലും ഞങ്ങളെ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് കള്ളവോട്ടിനെതിരെ സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് ആ ഒരു ഭയമല്ല. BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ കള്ളവോട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുപോലെ കള്ളവോട്ട് ചേർത്തിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇവിടെ ക്യാമ്പ് ചെയ്തത് അദ്ദേഹം നേരിട്ട്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ KPCC പറഞ്ഞിട്ട് നേരിട്ട് ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ ഞാൻ നോക്കിയോളാം, ചേലക്കര ഞാൻ നോക്കിയോളാം. വയനാട് KC വേണുഗോപാൽ തന്നെ നേരിട്ട് AP അനിൽകുമാറിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇവിടെ ഈ 2 മണ്ഡലത്തിൽ ഇദ്ദേഹം ക്യാമ്പ് ചെയ്തിട്ട് ഇദ്ദേഹം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ എന്ന് പറയുന്ന ഫുള്ള് വോട്ട് വെച്ചാൽ കള്ള വോട്ട് ചേർക്കലാണ്. ഒറിജിനൽ വോട്ട് ചേർത്താൽ ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല, അതൊരു എഫർട്ടാണ്, പൊളിറ്റിക്കൽ എഫർട്ടാണ്. എന്തിനാ കള്ള വോട്ട് ചേർക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്തേ? വ്യാജം പുറത്തു കൊണ്ടുവരും. പിന്നെ അടിമുടി കാര്യമാണ് ഈ പറയുന്നത് പോലെ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, UDFൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ആക്ഷേപവും അത് തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങളോട് കള്ളം പറയരുത്, കാര്യങ്ങൾ സപ്രസ് ചെയ്യരുത്. ശരിയായ രീതിയിൽ കാര്യങ്ങളെ മുൻപോട്ട് അവതരിപ്പിക്കാനും പോകാനും കഴിയണം. സത്യസന്ധമായി കാര്യങ്ങളെ നോക്കാൻ കഴിയണം.
യെസ്. അപ്പോൾ ഭൂരിപക്ഷം എന്നൂടെ പറഞ്ഞ അവസാനം ഇല്ല, ഭൂരിപക്ഷത്തെക്കുറിച്ച് ഒരു പ്രവചനമില്ല. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ ജയിക്കും. ഇവിടെ ഒരു LDFും UDFും തമ്മിലാണ് നേർക്കുനേർ മത്സരം. പക്ഷേ BJPയും സ്വാഭാവികമായുമുണ്ട്. ഞങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നത് BJPയെയും UDFിനെയുമാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഏതുപോലെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചോട്ടെ എന്നല്ലേ? അതെ, അവർ മത്സരിച്ചോട്ടെ. അതെ, പണ്ട് ഞാൻ എറണാകുളം ബൈ ഇലക്ഷൻ പോലെ, എറണാകുളം വിടട്ടെ, വട്ടിയൂർക്കാവിൽ ഇതുപോലെയായിരുന്നു. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നവരാണ്. ഞങ്ങൾ പോകുമ്പോൾ ആത്മവിശ്വാസം തീരില്ലാതെയാണ് പോയത്. അന്നും കാൻഡിഡേറ്റാണ് കളം മാറ്റിയത്. പ്രശാന്ത് വന്നു, ഇവിടെ സരിൻ വന്നു. അവിടെ മേയർ ബ്രോ ആണ് MLA ബ്രോ ആയത്. ഇവിടെ കോൺഗ്രസ് ബ്രോയാണ്. അല്ല, ഇവിടെ ഡോക്ടർ ബ്രോയാണ്. ഇവിടെ ഡോക്ടർ ബ്രോയാണ്. ഒരു കാര്യം ഉറപ്പല്ലേ, കോൺഗ്രസിൽ നിന്ന് വന്നയാളാകട്ടെ, ഏതിൽ വന്നയാളാകട്ടെ, അദ്ദേഹം കഴിവുള്ളയാളല്ലേ. ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയേക്കാൾ വലിയ മീഡിയ അറ്റൻഷൻ സരിന് പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും. സരിൻ എന്ന ഫാക്ടർ അല്ലെങ്കിൽ ഇത്തവണത്തെ ഫോക്കസ് മുഴുവൻ വരേണ്ടിയിരുന്നത് പ്രിയങ്കയിലല്ലേ? ആണല്ലോ. അപ്പോൾ ആ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം. ഉറപ്പായിട്ടും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. Thank you very much. Okay, sorry. Okay.